സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അനധികൃത അവധിയിൽ കൂട്ട നടപടിക്കൊരുങ്ങുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. 2016 മുതൽ അനധികൃത അവധിയിലുള്ള 84 പേരുടെ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. കർശന നടപടി ഉണ്ടാകുമെന്നും കൂടുതൽ ആളുകൾ പുറത്താക്കപ്പെടുന്ന ഘട്ടം ആയിരിക്കാം ഇതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1 തസ്തികകളിൽ അനധികൃത അവധിയിലുള്ളവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിക്കാണ് വകുപ്പ് ഒരുങ്ങുന്നത്. അവധിയിലുള്ള 84 പേരുടെ വിവരങ്ങൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി. പേര്, ജോലി ചെയ്തിരുന്ന സ്ഥാപനം, എന്നു മുതലായിരുന്നു അവധി തുടങ്ങിയ കാര്യങ്ങളാണ് പട്ടികയായി പ്രസിദ്ധീകരിച്ചത്. ഇന്നു മുതൽ 15 ദിവസത്തിനകം വിശദീകരണം നൽകണം. അനധികൃത അവധിയിലുള്ളവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജോലിയിൽ പുനർപ്രവേശിക്കാൻ താല്പര്യമുള്ളവർക്ക് തിരികെ വരാമെന്നും ഇനിയൊരവസരം ഉണ്ടാകില്ലെന്നും മന്ത്രി. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇവിടെ അനധികൃത അവധിയിൽ ഉള്ളവർ, സർവീസിലുള്ളവർ ഉണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. ഒട്ടനേകം ആളുകൾ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ജോലിക്കായി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ പരീക്ഷ എഴുതി കാത്തിരിപ്പുണ്ട്. ഡിജിറ്റൽ ആപ്ലിക്കേഷൻ വഴി മാത്രമേ ഇനി അപേക്ഷ സ്വീകരിക്കുകയുള്ളൂവെന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും തിരുവനന്തപുരം SAT ആശുപത്രിയിലുമൊക്കെ നഴ്സിംഗ് ജീവനക്കാരുടെ കടുത്ത ക്ഷാമം നിലനിൽക്കുമ്പോഴാണ് 84 പേർ അനധികൃത അവധിയിലുള്ളത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഷാജി പൊയ്കലിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. അദ്ദേഹം പറയുന്നു, ഞാനിന്ന് കമൻറ്റുകൾ വായിക്കുന്നില്ല. ഈ കമൻറ്റ് തന്നെ യൂട്യൂബിൽ വന്ന കമൻ്റ് അല്ലേ സുഹൃത്തെ? ആരിഫ് AP കളത്തൂർ പറയുന്നു, പാഠപുസ്തകങ്ങളെ ചവച്ചരക്കൽ മാത്രമല്ല പഠനം എന്ന് വെച്ചാൽ മനുഷ്യരെയും പ്രകൃതിയും തിരിച്ചറിയാനുള്ള വിദ്യ കൂടി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നും കരസ്ഥമാക്കാനുണ്ട്. അറിവ് പഠിപ്പിച്ചവരെ വഴിയാതരമാക്കുന്നതാകരുത് എന്നുകൂടി പറയുന്നു. യൂട്യൂബ് സന്ദേശങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും പിന്തുടരും. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഈ പരിപാടിക്ക് ആത്മാവാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ.